ഡേ 3. അപ്പോൾ ഇന്നത്തെ കീ ചെയിൻ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇത് മുന്നേ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ഞാനിത് ഊരി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റെഡ് ബീഡ്സ് നമ്മൾ നിറച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. ആ റെഡ് ബീഡിൻ്റെ കൂടെ ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ബീഡും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ കഴുത്തറ്റം വരെ നമ്മളിതാ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായി ജസ്റ്റ് ഇതാ ക്യാപ്പ് ഇട്ട് അടയ്ക്കുക. അങ്ങനെ നമ്മളിതാ ഹാങ് ചെയ്യാൻ പോവുകയാണ് ഒരു കീ എടുത്തിട്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീ ചെയിനാണ്. എന്തായാലും കയ്യിൽ വല്ല കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുന്നത്. ഇനി പഴയ കുപ്പി ഉണ്ടെങ്കിൽ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പുതിയ വല്ല ഐറ്റംസ് നിറച്ചിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ കീ ചെയിനായിട്ട് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ 3 ദിവസം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കീ ചെയിൻ ഏതാണെന്ന് കമൻറ്റിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കീ ചെയിൻ ഇഷ്ടപ്പെട്ട് സെപ്പറേറ്റ് പറയാം. നാളെ നമുക്ക് വേറെ ഐറ്റം കൊണ്ട് കീ ചെയിൻ ഉണ്ടാക്കി നോക്കി നോക്കാം. കീ മാത്രമായിട്ട് അങ്ങനെ ഇട്ട് പോയി എവിടെയെങ്കിലും കളഞ്ഞു പോകും. ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനും കൂടിയിട്ടാണല്ലോ നമ്മൾ ഈ കീ ചെയിനൊക്കെ ഉണ്ടാക്കുന്നത്. ഡേ 3. അപ്പോൾ ഇന്നത്തെ കീ ചെയിൻ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇത് മുന്നേ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ഞാനിത് ഊരി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റെഡ് ബീഡ്സ് നമ്മൾ നിറച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. ആ റെഡ് ബീഡിൻ്റെ കൂടെ ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ബീഡും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ കഴുത്തറ്റം വരെ നമ്മളിതാ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായി ജസ്റ്റ് ഇതാ ക്യാപ്പ് ഇട്ട് അടയ്ക്കുക. അങ്ങനെ നമ്മളിതാ ഹാങ് ചെയ്യാൻ പോവുകയാണ് ഒരു കീ എടുത്തിട്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീ ചെയിനാണ്. എന്തായാലും കയ്യിൽ വല്ല കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുന്നത്. ഇനി പഴയ കുപ്പി ഉണ്ടെങ്കിൽ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പുതിയ വല്ല ഐറ്റംസ് നിറച്ചിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ കീ ചെയിനായിട്ട് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ 3 ദിവസം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കീ ചെയിൻ ഏതാണെന്ന് കമൻറ്റിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കീ ചെയിൻ ഇഷ്ടപ്പെട്ട് സെപ്പറേറ്റ് പറയാം. നാളെ നമുക്ക് വേറെ ഐറ്റം കൊണ്ട് കീ ചെയിൻ ഉണ്ടാക്കി നോക്കി നോക്കാം. കീ മാത്രമായിട്ട് അങ്ങനെ ഇട്ട് പോയി എവിടെയെങ്കിലും കളഞ്ഞു പോകും. ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനും കൂടിയിട്ടാണല്ലോ നമ്മൾ ഈ കീ ചെയിനൊക്കെ ഉണ്ടാക്കുന്നത്.